നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബസ്സൊക്കെ അതിഗംഭീരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന യവനാണ് ഈ പറയുന്ന അഖിൽ എൽനാരിയുടെ വൈഫ് മേഘയെ അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഒളിച്ചോടുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കണ്ടപ്പോ അവന്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ കുറച്ച് ഗതികേടാണ്. പിന്നെ അവനെതിരെ ഈ പറയുന്ന മേഘ എന്തോ തെളിവുകളായിട്ടൊക്കെ ഒന്ന് വീഡിയോ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. സർക്കിളിലൊന്ന് അറിഞ്ഞതാണ്. എത്രത്തോളം വരുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അവനെതിരെയുള്ള എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറയപ്പെടുന്നത്. എന്തായാലും വരുമ്പോ കാണാം. ആദ്യമായിട്ടാണ് ഞാൻ ലൈവായിട്ട് ഒരാൾ ഒളിച്ചോടി പോകുന്ന വീഡിയോ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ നടന്നേക്കുന്നത് എൻ്റെ കാണുന്ന അടുത്ത് നൂറിനാട് ഉള്ള ഒരു മേഘ നായരുടെ ഒളിച്ചോട്ടാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായിട്ടുള്ള അഖിൽ നായരുടെ ഭാര്യ കഴിഞ്ഞ ദിവസം രാത്രി ഒരാളുടെ കൂടെ, അതായത് ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അപ്പോൾ അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഓൾറെഡി പുറത്ത് വന്നു കഴിഞ്ഞു. അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഓൾറെഡി അഖിൽ നായർ തന്നെ ഒരു വിശദീകരണം നടത്തിയിട്ടില്ല. പക്ഷേ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വിളിച്ചിട്ട് അഖിലിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. സത്യമാണ്, ഇങ്ങനെ ഒളിച്ചോടിപ്പോയി എന്നുള്ളത് സത്യമാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയേണ്ടത്, ആ ഒരു പെണ്ണ് ഇനിയിപ്പോൾ എത്ര വലിയ കോടിക്കണക്കിന് പൈസയുള്ള ഒരുത്തൻ്റെ കൂടെ പോയാലും അവൾ നന്നായിട്ട് ജീവിക്കാൻ പോകുന്നില്ല. കാരണം ഇത്രയും സുഖ സൗകര്യങ്ങളും അതുപോലെ തന്നെ അവൾ പ്രണയിച്ചാണ് ഇവർ കല്യാണം കഴിച്ചത്. ഇവരുടെ കല്യാണമൊക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ദാമ്പത്യമായിരുന്നു അവരുടേത്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്തായാലും ഓള് പോയത് ആരുടെ കൂടെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ, ഒരു ബസ് ഡ്രൈവറാണ്. ഓൻ്റെ എന്ത് കണ്ടിട്ടാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് അറിയില്ല. അതായത് അഖിൽ നായർക്ക് ഇല്ലാത്തത് എന്താണ് അവന് കൂടുതലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആർക്കും അറിയത്തില്ല, അത് ഓക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയങ്ങളൊക്കെ ഇങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അഖിൽ നായർക്കെതിരെയായിട്ട് വേറൊരു സ്ത്രീ രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ടാണ് ഞാൻ ലൈവായിട്ട് ഒരാൾ ഒളിച്ചോടി പോകുന്ന വീഡിയോ കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ നടന്നേക്കുന്നത് എൻ്റെ കാണുന്ന അടുത്ത് നൂറിനാട് ഉള്ള ഒരു മേഘ നായരുടെ ഒളിച്ചോട്ടാണ്. ഈ മേഘ നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശസ്തനായ യൂട്യൂബർ അഖിൽ നായരുടെ ഭാര്യയാണ്. ഇവർ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പം ഇവർ പോയ ആളുടെ കൂടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ അയാളുടെ കൂടെ പോയി എന്നാണ് കേൾക്കണത്. അപ്പം ഇത് പല സോഷ്യൽ മീഡിയ ചാനൽസും ഇത് എന്താ പറയുന്നത് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അഖിൽ നായരുടെ കാര്യത്തിൽ പറയാനുള്ള ഇതല്ല. അഖിൽ നായർ എൻ്റെ വീട് കഴിഞ്ഞ് 2 വീടിനപ്പുറം വന്നിട്ട് ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നാട്ടിൽ വന്ന സമയത്തായിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 2 കൊല്ലം മുന്നേ ഈ ഹോട്ടൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലുള്ള മുഴുവൻ ഇൻഫ്ലുവൻസേഴ്സും വിളിച്ച് നാട്ടിലുള്ളവർക്ക് മുഴുവൻ അന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നതാണ്. ഭയങ്കര തിരക്കായിരുന്നു അന്ന് അവിടെ. നമുക്ക് ലിറ്ററലി റോഡൊക്കെ ബ്ലോക്കായി ഭയങ്കര തിരക്കോടെ കൂടിയാണ് ഇത് ഉദ്ഘാടനം നടത്തുന്നത്. എനിക്കൊന്ന് ഈ ആളുടെ കല്യാണത്തിന് മുന്നേ ആണോ പിന്നെ ആണോ എന്നുള്ളത് എനിക്ക് എക്സാക്റ്റ്ലി ഓർമ്മയില്ല. ഹോട്ടൽ തുടങ്ങി. ഇവർക്ക് നൂറിനാട് CBS സ്കൂളിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ സബ്സിഡറി ആയിട്ടാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഹോട്ടൽ തുടങ്ങിയത്. പക്ഷേ ഈ ഹോട്ടൽ തുടങ്ങി ഇവിടെ അവിടുത്തെ ആ ഫുഡിന് നല്ല പേരാണ് നൂറിനാട് ഭാഗത്ത്. അതുകൊണ്ട് ഈ ഹോട്ടലിൽ നല്ല തിരക്കാണ്, ഭയങ്കര തിരക്കില്ല. എൻ്റെ വീടിൻ്റെയൊക്കെ മുന്നേ വരെ കാറ് ഒക്കെ ഒരു പാർക്ക് ചെയ്ത് അങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണത്. പക്ഷേ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും തിരക്കുള്ള ഒരു ഹോട്ടലിൽ എന്തുവേണ്ടി വേസ്റ്റ് ആയിരിക്കും. ഈ വേസ്റ്റുകളൊന്നും പ്രോപ്പറായിട്ട് ഡീകമ്പോസ് ചെയ്യാതെ ഇത് അവിടുത്തെ കാനയിലേക്കും കുഴിവെട്ടി മൂടുക, അങ്ങനത്തെ പല പരിപാടികളാണ് ചെയ്തത്. ലിറ്ററലി 1 മാസമൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഈ നാട്ടുകാർക്ക് ഇരിക്കാൻ മേല. ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ 2 വീട് അപ്പുറമാണ് എൻ്റെ വീട്. നമുക്കൊന്ന് ആ വീട്ടിൽ ജനലൊന്നും തുറന്നിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ മേല, അത്രയ്ക്ക് സ്മെല്ലാണ്. എൻ്റെ വീടിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു ചായയും കടിയും കൊടുക്കുന്ന ഒരു കുഞ്ഞ് സ്റ്റോളുണ്ട്. അമ്മ ആ പുള്ളീനെയൊക്കെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും അതിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്ന് അറിയാനൊക്കെ. അപ്പോൾ ആ പുള്ളി ഭാഗ്യത്തിന് ഒരാഴ്ച കട അടച്ചിട്ട് നാട്ടിൽ പോയേക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി പുള്ളിയുടെ പ്രശ്നങ്ങളല്ല എന്നുള്ളത്. പിന്നെ ആളുകൾ ഇത് സെർച്ച് ചെയ്ത് മെമ്പേഴ്സൊക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഈ ഹോട്ടലിൽ ഇവർ ഇങ്ങനത്തെ പരിപാടിയാണ് കാണിക്കുന്നത്. അതും അഖിലനാടിയുടെ നൂറിനാട് നിന്നും മൂന്നാംകുറ്റി എന്ന് പറയുമ്പോൾ വലിയ ദൂരമൊന്നുമില്ല. ആ ഭാഗത്തേക്ക് വന്നിട്ടാണ് ഇമാതിരി പരിപാടി ഞങ്ങളുടെ നാട്ടിൽ കാണിച്ചത്. അയാളുടെ നാട്ടിലായിരുന്നു അത് കാണിക്കുമായിരുന്നു. ആരോഗ്യ വകുപ്പ് വന്നു, അവർ അന്ന് തന്നെ സീലടിച്ചു കൊടുത്തു. അതോടെ ഹോട്ടലും പൂട്ടി. അതിന് പകരം പിന്നെ ഒരു ഹോട്ടൽ കുറച്ച് നാൾ വന്നിരുന്നു. പക്ഷേ അവിടെ വരുന്ന ഹോട്ടലിൽ വരുന്നവരൊക്കെ അവർ കൊടുത്തുകൊണ്ടിരുന്ന പോലത്തെ വെറൈറ്റി ഓഫ് ഫുഡ്സ് നോക്കിയായിരുന്നു വന്നത്. പിന്നെ വന്ന ആ കട എനിക്ക് തോന്നുന്നു പച്ച പിടിച്ചില്ല, അവർ പൂട്ടിപ്പോയി. ഇപ്പോൾ ടു സെയിൽ എന്ന ബോർഡ് വെച്ചാണ് ആ പ്രോപ്പർട്ടി അവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഈ ചുറ്റുപാടുള്ള നമുക്ക് ഒരു യൂട്യൂബർ ആണെന്നുള്ള ഒരു ഗ്ലാമർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് പുള്ളി വിചാരിച്ചെന്ന് തോന്നുന്നു പുള്ളിക്കൊന്നും ആരും ഒന്നും എതിരെ പറയില്ലെന്നോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ആർക്കെതിരെ പരാതി എടുക്കരുതെന്നോ. ഒരു പ്രോപ്പർ ഡീകമ്പോസിഷൻ ഇല്ലാതെ ഒരു ഹോട്ടൽ നടത്തി നാട്ടുകാരെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ച ഒരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ഈ സ്ത്രീക്ക് പറയാനുള്ളത്. ഈ പൊര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളൊരു
ഒരു പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടില്ലേ, അതാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. ഓൾറെഡി ആ ഒരു പയ്യന്റെ ജീവിതം തകർന്ന്, ഭാര്യ വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി, മൊത്തത്തിൽ നാണക്കേട്, ജീവിതം തകർന്ന ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന അഖിലന്നാരുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയാണ് വന്നിട്ട് അവരൊരു ഹോട്ടൽ നടത്തുന്നുണ്ടായിരുന്നു. ഈ അഖിലന്നാർഡിക്കൊക്കെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരുപാട് ആൾക്കാർ അവിടെ വരുമായിരുന്നു. അപ്പോൾ അവർ ഈ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റൊക്കെ അവിടെ തന്നെ കുഴിച്ചു മൂടുമായിരുന്നു. അതാണ് ഈ ചേച്ചിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താ പറയേണ്ട, എന്താ ആ ഒരു പയ്യന്റെ ജീവിതം തന്നെ തകർന്ന് താറുമാറായിരിക്കുകയാണല്ലേ. ആ ഒരു കുടുംബത്തിനും, ആ പയ്യന്റെ കുടുംബത്തിനും, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ കുടുംബം, എല്ലാവരും മൊത്തത്തിൽ നാണം കെട്ട് മെഴുകിയിരിക്കുകയാണ്. പോരാഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയണ്ടേ, ഇപ്പൊ മനസ്സിലായില്ലേ? സൗന്ദര്യം ഉണ്ടായിട്ടോ, കുറെ മുടി ഉണ്ടായിട്ടോ, കുറെ ഒന്നും ഒരു കാര്യവുമില്ല. എല്ലാ അവളുമാരും ഇതുപോലെ ആയിരിക്കും. എല്ലാ അവളുമാരും അല്ല കേട്ടോ, കുറെ അവളുമാരൊക്കെ ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് സൗന്ദര്യത്തിന് പുറകെ പോവാതിരിക്കും. പിന്നെ നമുക്കിപ്പോൾ ഈ പറയുന്ന പെണ്ണിനെ അടച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവള് ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം ആയിരിക്കില്ല അഖിലിനൊപ്പം അവൾക്ക് ഉണ്ടായത്. അവർ പ്രേമിച്ചിരുന്നപ്പോൾ ഭയങ്കര ചങ്കും കറലൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ അവൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കെയറിങ്ങോ സ്നേഹമോ ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ പല റീൽസും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവർ ഹാപ്പിയാണ് എന്നാണ് തോന്നുന്നത്. പക്ഷെ അവരുടെ റിയൽ ലൈഫ് എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇപ്പോൾ കേൾക്കുന്നുണ്ട്, സത്യമാണോ എന്ന് അറിയില്ല കേട്ടോ, പല കമന്റുകളും പോസ്റ്റുകളൊക്കെ ആയിട്ട് കണ്ടതാണ്. ഈ പറയുന്ന അഖിലന്നാർഡി ഒരു ഗേ ആണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവള് തന്നെ, അതായത് ഈ ഒളിച്ചോടിയ അഖിലന്നാർഡിയുടെ ഭാര്യ തന്നെ, മേഘ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്, പോലീസിനോട് പറഞ്ഞത് ഇവന് വേറെ സ്ത്രീകളുമായിട്ടൊക്കെ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതറിഞ്ഞപ്പോൾ ഉള്ള ഒരു അതറിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും പറയുന്നുണ്ട്. അറിയില്ല, എന്തായാലും ആ പെങ്കൊച്ചിന് എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. കാരണം ഓൾറെഡി അവളിപ്പോൾ നാണം കെട്ട് മെഴുകിയിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് അവളുടെ ഭാഗം ന്യായീകരിക്കണുള്ളൂ. വെറുതെ എന്തായാലും അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. വലിയ രീതിയിൽ പ്രണയിച്ച് അവർ കല്യാണം കഴിച്ചു. അത് ഗ്രാൻഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു. എൻഗേജ്മെന്റും കല്യാണവും എല്ലാം അവരുടെ എന്താ പറയുക, അവരുടെ ലൈഫാണെങ്കിൽ പോലും നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത് എന്താ, അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർ എന്തുകൊണ്ടും നല്ല ഹാപ്പിയാണെന്നാണ് നമുക്ക് തോന്നിയിരുന്നത്. പക്ഷെ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവർക്ക് പറയാനുള്ളത് അവളൊന്ന് പറയട്ടെ, നമുക്ക് നോക്കാം ഇവിടെ ആരുടെ ഭാഗത്താണ് ന്യായം, ഇവിടെ ആരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, ആരാണ് ശരിയായിട്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.